നമ്മുടെ കേരളത്തിന് പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യ രാജ്യത്തും മറ്റെല്ലായിടത്തും നടന്ന സ്വാതന്ത്ര്യ സമരങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ഈ വൈവിധ്യം നിലനിർത്താൻ വേണ്ടിയായിരുന്നു ഇറ്റ്സ് ബെറ്റർ ടു ലിവ് ഫോർ 2 days ലൈക്ക് എ ടൈഗർ ദാൻ ലിവ് ഫോർ 200 years ലൈക്ക് എ ലാം എന്ന് പറഞ്ഞത് ആരാണെന്നറിയാമോ? ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താനായിരുന്നു. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ഈ വിദേശികളായ അക്രമികൾക്കെതിരെ പോരാടി ഒരു കടുവയെപ്പോലെ 2 ദിവസമേ ജീവിക്കാൻ പറ്റൂ എങ്കിൽ കടുവയെപ്പോലെ 2 ദിവസം ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. 200 കൊല്ലം ആ ചന്നായെ പേടിച്ച് കഴിയുന്ന ആ ആട്ടിൻകുട്ടിയെപ്പോലെ 200 കൊല്ലം ജീവിക്കുന്നതിനേക്കാൾ എന്ന് പ്രഖ്യാപിച്ച വലിയ വലിയ നേതൃത്വമായിരുന്നു നമ്മുടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിൽ. ഔദ്യോഗിക സ്വാതന്ത്ര്യ സമരത്തിനു മുമ്പും അതിന് ശേഷവുമൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ബ്രിട്ടീഷുകാരന്റെ എല്ലാ സ്വപ്നങ്ങളും അസ്തമിച്ചുപോയി. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തിന് 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പോലും നമ്മളൊരു റിപ്പബ്ലിക്കാകാൻ പിന്നീട് 3 കൊല്ലവും കൂടി കാത്തു നിൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ബ്രിട്ടീഷുകാരുടെ ഒരു ഡൊമിനിയൻ മാത്രം ആകാം എന്നുള്ള ചിന്ത മാത്രമേ തുടക്കത്തിൽ നമുക്കുണ്ടായിരുന്നുള്ളൂ. നമുക്ക് സ്വാതന്ത്ര്യം നൽകും, എന്നാൽ നമ്മുടെ മേലെ ഒരു അധീശാധികാരം ബ്രിട്ടീഷുകാർക്ക് 47 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷവും ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കി. ആ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നാമത്തെ പ്രധാനപ്പെട്ട മെയിൻ ഫീച്ചറായി പറഞ്ഞത് നമുക്കറിയാം, സോവറിൻ എന്നാണ്. അഥവാ നമ്മുടെ റിപ്പബ്ലിക് പരമാധികാര റിപ്പബ്ലിക്കാകണം എന്നാണ്. സ്ഥിതി സമത്വം ഓഫർ ചെയ്യുന്ന, എല്ലാ ആളുകൾക്കും സ്ഥിതി സമത്വം ഓഫർ ചെയ്യുന്ന നമ്മുടെ രാജ്യം ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുള്ള രാജ്യമാകണം എന്നാണ്. അതുപോലെ തന്നെ എല്ലാ മതക്കാരെയും ഒരുപോലെ കാണുന്ന, മതം ഇല്ലാത്തവരെയും ഒരുപോലെ കാണുന്ന, മതം വേണമെന്ന് ക്ഷണിക്കുന്നവരെയും മതം വേണ്ട എന്ന് പറയുന്നവരെയും, ഈശ്വരനുണ്ട് എന്ന് പറയുന്നവരെയും നിരീശ്വരവാദിയെയും എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊണ്ട് ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്. നോ വൺ ഈസ് എബോവ് ദി ലോ, ആരും നിയമത്തിന് അതീതമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആ ഇക്വാളിറ്റിയും ആ സെക്യുലറിസവും ആ ഫ്രറ്റേണിറ്റിയും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഭരണഘടന അടിസ്ഥാനമാക്കുന്ന ഒരു റിപ്പബ്ലിക് എന്നതാണ് ഭരണഘടന മുന്നോട്ട് കൊണ്ടുപോകും. ഈ ഭരണഘടന നിലനിൽക്കണമെങ്കിൽ നമ്മളെല്ലാവരും ജാതി മതവർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഭരണഘടനക്കെതിരെ ശബ്ദിക്കുന്നവരെ പരാജയപ്പെടുത്താൻ, അവർക്കെതിരെ ശബ്ദിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഭരണഘടന ഗ്യാരണ്ടി നൽകുന്ന റൈറ്റുകൾ, ഫണ്ടമെന്റൽ റൈറ്റുകൾ, പ്രത്യേകിച്ചും ഭരണഘടനയുടെ പാർട്ട് 3 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സുകളാണ്, മൗലികാവകാശങ്ങളാണ്. ആ മൗലികാവകാശങ്ങൾക്ക് ഒരു പോറലും ഏൽക്കാതെ ഈ രാജ്യം ഭരിക്കാൻ തയ്യാറുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഒറ്റക്കെട്ടാകണം. ആ രീതിയിൽ നമ്മൾ നിന്നാൽ തീർച്ചയായിട്ടും ഈ രാജ്യം ഇനിയും ഒരുപാട് കാലം സമാധാനപരമായി ഐക്യത്തിൽ സൗഹാർദ്ദത്തിൽ നിലനിൽക്കും. തീർച്ചയായിട്ടും ഇത്തരം സാംസ്കാരിക സംഗമങ്ങൾ അല്ലെങ്കിൽ സൗഹൃദ സമ്മേളനങ്ങൾ ഇതൊക്കെ നമ്മുടെ ഭാവി ഇന്ത്യയുടെ ആ നല്ല നിലനിൽപ്പിന് തീർച്ചയായിട്ടും ഉതകുന്നതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഞാൻ അവസാനിപ്പിക്കും.